നെന്മാറ വല്ലങ്ങി വേലയുടെ ഭാഗമായി ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ബുധനാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെയും വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 10 മണി വരെയും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് നെന്മാറ വല്ലങ്ങി മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തൃശൂരിൽ നിന്ന് ഗോവിന്ദപുരത്തേക്കുള്ള ചരക്കു വാഹനങ്ങൾ, വടക്കഞ്ചേരിയിൽ നിന്ന് ആലത്തൂർ, കുനിശ്ശേരി, കൊടുവായൂർ, പുതുനഗരം, വണ്ടിത്താവളം വഴി ഗോവിന്ദപുരത്തേക്കും തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരിച്ചും ഇതുവഴി പോകണം. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഐനമ്പാടം ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ ആളെ ഇറക്കി മേലാർകോട്, തൃപ്പാളൂർ വഴിയും ഗോവിന്ദപുരത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വിത്തനശ്ശേരി ബ്ലോക്ക് ഓഫീസിൽ ആളെ ഇറക്കി പല്ലാവൂർ, കുനിശ്ശേരി വഴിയും യാത്ര തുടരണം. നെല്ലിയാമ്പതി, പോത്തുണ്ടി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ അളുവശ്ശേരിയിലും അടിപ്പരണ്ട, അയിലൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കണിമംഗലത്തെത്തിയും തിരിച്ചു പോകണം. കുനിശ്ശേരിയിൽ നിന്നുള്ള വാഹനങ്ങൾ കിളിയല്ലൂർ, കോരാമ്പറമ്പിൽ നിന്നും തിരികെ പോകണം. മുല്ലയ്ക്കൽ, കൂടല്ലൂർ പാലത്തിന് സമീപം, കവളപ്പാറ റോഡിന് ഇരുവശം, വല്ലങ്ങി ശിവക്ഷേത്രത്തിനു സമീപം, ഗംഗോത്രി സ്കൂൾ പാർക്കിംഗ് ഗ്രൗണ്ട്, ജപമാല പള്ളിക്ക് മുൻവശം, NSS കോളേജിനു സമീപം തുടങ്ങി വിവിധയിടങ്ങളിൽ വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് സ്ഥലത്തല്ലാതെ വഴിയരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ വകുപ്പ് അധികൃതർ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നെല്ലിക്കുളങ്ങര ക്ഷേത്ര പരിസരം, ക്ഷേത്രക്കുളവരമ്പ്, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ ഇരുമ്പ് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിനു സമീപം പോലീസ് കൺട്രോൾ റൂം, നെന്മാറ പഞ്ചായത്ത് ഓഫീസിൽ ജോയിന്റ് കൺട്രോൾ റൂം, വല്ലങ്ങി പന്തലിനു സമീപം പോലീസ് സൈഡ് പോസ്റ്റ് എന്നിവ പ്രവർത്തിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ അറിയിച്ചു. വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായിട്ട് മോട്ടോർ സൈക്കിളിനും കാറുകൾക്കായിട്ട് പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും കുറേ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അവർക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ഏരിയയിലെല്ലാം പിന്നെ അതിന് വേണ്ട സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ വാഹനങ്ങൾ, ബൈക്കുകളെല്ലാം സൈഡ് ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്തിട്ട് ചാവി എടുത്തുകൊണ്ട് ദയവ് ചെയ്ത് പോകണം. അങ്ങനെ ചാവി വെച്ചിട്ട് വാഹനങ്ങൾ പെട്ടെന്ന് മറന്നു പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. വേല കഴിഞ്ഞാൽ തന്നെയും അവരുടെ വാഹനങ്ങൾ എടുത്ത് പോവുക. രാവിലത്തെ വെടിക്കെട്ട് കാണാൻ നിൽക്കുന്നവർ അത് കഴിഞ്ഞ ശേഷം തിരിച്ച് പോകാവുന്നതാണ്. പന്തൽ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറേ സുരക്ഷിതത്വം ഉറപ്പിച്ചിട്ടുണ്ട്. SP സാർ അതിന് സ്പെഷ്യൽ ഫോഴ്സിനെ തന്നിട്ടുണ്ട് പന്തൽ കാണാൻ വരുന്നവരുടെ സൗകര്യങ്ങൾക്കായിട്ട്. അത് വെള്ളിയാഴ്ച ഉച്ചവരെ പോലീസ് ഫോഴ്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വേല ആശംസിക്കുന്നു. ഡിസ്പ്ലേ ഭാഗത്ത് നമ്മൾ അവർക്ക് ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അവരുടെ വോളണ്ടിയേഴ്സിന് കുറച്ച് പേർക്ക് ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ വഴിമരുന്ന് ഇടുന്നതിനായിട്ടും ഈ സാധനങ്ങൾ ക്യാരി ചെയ്യുന്നതിനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പേർക്ക് വോളണ്ടിയേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പാസ് വളരെ കുറച്ച് മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഒരു 12-1 മണി വരെയൊക്കെ നമുക്ക് VIPs ആണെങ്കിൽ ആരെങ്കിലും പാസ് കൊടുത്ത് വരാം. അതിനുശേഷം തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പാസ് ഉണ്ടെങ്കിലും വാഹനങ്ങൾ കടത്തി വിടാനുള്ള സൗകര്യങ്ങളുണ്ട്. ദയവേത് ആ സമയത്ത് പോലീസിനോട് ആരും പരിഭവം പറയരുത്. എല്ലാവരും സമന്മാരാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രിവിലേജസ് ഒന്നും ആരും ആ സമയത്ത് ചോദിക്കരുത്. വരാനുള്ള വാഹനങ്ങളും VIPകളെല്ലാം തന്നെ നേരത്തെ വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അങ്ങനെ തന്നെയാണ്. നാട്ടുകാർക്ക് വേല കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പൈലറ്റും എസ്കോട്ടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരത്തെ 12 മണിക്ക് മുമ്പ് തന്നെ വന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.